പ്രിയപ്പെട്ടവരെ, മഴവില്ല് മാഞ്ഞ ആകാശം അതിന്റെ ഏറ്റവും ഉദ്വേഗജനകമായ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഖദീജയുടെ ചതിയുടെ ആഴം എത്രത്തോളമുണ്ടെന്ന് സലിം തിരിച്ചറിയുന്ന ഈ എപ്പിസോഡ് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുമെന്നുറപ്പാണ്. എപ്പിസോഡ് 14 ചതിയുടെ കനലുകൾ. ആശുപത്രിയിലെ നിശബ്ദത. പശ്ചാത്തലത്തിൽ BP മോണിറ്ററിന്റെ ശബ്ദം മാത്രം. സലിം വിറയ്ക്കുന്ന കൈകളോടെ ICUവിന് പുറത്തു നിൽക്കുന്നു. അവന്റെ ശബ്ദമിടറണം. സലിം, എന്റെ റബ്ബേ, പാവം ഫാത്തിമ. അവൾ എന്ത് തെറ്റാ ചെയ്തത്? അവളുടെയും ആ കുഞ്ഞിന്റെയും ജീവനെടുക്കാൻ മാത്രം പക ആർക്കുണ്ടാകാനാ? പെട്ടെന്ന് സലിം കാണുന്നു, ഒരു നഴ്സ് സിറിഞ്ചുമായി പതുങ്ങിച്ചെല്ലുന്നത്. സലിം അവരെ പിന്തുടരുന്നു. നഴ്സിന്റെ രഹസ്യസംഭാഷണം കേട്ടതും സലീമിന്റെ കണ്ണുകളിൽ തീ പടരുന്നു. സലിം ദേഷ്യത്തോടെ അലറി വിളിച്ച്, "ഡി, നിർത്തടി അവിടെ!" സലിം പാഞ്ഞുചെന്ന് ആ നഴ്സിന്റെ കൈ കടന്നുപിടിക്കുന്നു. സിറിഞ്ച് നിലത്ത് വീണ് ചിതറുന്ന ശബ്ദം. സലിം ആ നഴ്സിനെ ഭിത്തിയോട് ചേർത്ത് നിർത്തി ചോദിക്കുന്നു, "സലിം, പറയടി, ആരാണ് നിന്നെ അയച്ചത്? ഈ കുഞ്ഞിനെ കൊന്നിട്ട് നിനക്കെന്ത് കിട്ടാനാ? നിന്റെ കൺമുന്നിൽ നിൽക്കുന്ന ഈ ചോരക്കുഞ്ഞിന് നീ മരണമാണോ കരുതിവെച്ചത്? പറ!" നഴ്സ് ഭയന്ന് വിറച്ച് ഖദീജയുടെ പേര് പറയുന്നു. സലിം തകർന്നുപോകുന്നു. പക്ഷേ ആ തകർച്ച ഒരു നിമിഷം മാത്രം. അവന്റെ ദേഷ്യം ഇരട്ടിക്കുന്നു. സലിം ആത്മഗതം പകയോടെ, "ഖദീജമ്മേ, നിങ്ങൾ ഇത്രയ്ക്കും തരംതാഴുന്നോ? സ്നേഹത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് നിങ്ങൾ കൊലക്കത്തിയുമായി നടക്കുകയായിരുന്നല്ലേ? എന്റെ കുടുംബത്തിന്റെ നേരെ നീട്ടിയ ഈ കൈയുണ്ടല്ലോ, അത് സലിം വെറുതെ വിടില്ല. ഇത് സലീമിന്റെ വാക്കാണ്." സലിം വരാന്തയിലേക്ക് ഓടുന്നു. ദൂരെ നിഴലായി മറയുന്ന ഖദീജയെ കണ്ട് അവൻ അലറുന്നു. "സലിം, ഓടിക്കോ, എത്ര വേണമെങ്കിലും ഓടിക്കോ." സലിം തന്റെ കുടുംബത്തിനായി പടച്ചട്ട അണിഞ്ഞുകഴിഞ്ഞു. ഖദീജയുടെ ചതിയുടെ അന്ത്യം എങ്ങനെയായിരിക്കും? അത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഹൃദയസ്പർശിയായ ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ദയവായി നിങ്ങളുടെ എല്ലാ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാ ദിവസവും രാത്രി കൃത്യം 8 മണിക്ക് സാജീസ് ഹെവൻ ചാനലിൽ നമ്മൾ വീണ്ടും കാണും. സ്നേഹത്തോടെ, സജിദ സമീർ.